ഹായ് ഫ്രണ്ട്സ്, പുതിയ പുതിയ വീഡിയോകളും അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ശേഷം കാണുന്ന ബെൽ എന്ന ഐക്കണിൽ സെലക്ട് ചെയ്ത് സെൻഡ് മീ എന്നത് ടിക്ക് ചെയ്ത് സേവ് അടിക്കുക. ശേഷം ഓരോ വീഡിയോയും അതിനോടനുബന്ധിച്ച ഡൗൺലോഡ് ലിങ്കുകൾ ഞാൻ താഴെ നൽകുന്നതാണ്. ഇതിന് സീ മോർ എന്ന് സെലക്ട് ചെയ്ത് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓരോ വീഡിയോയും അതിനോടനുബന്ധിച്ച വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായത് സെലക്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് നിങ്ങൾ അടുത്തുള്ള ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ലിങ്ക് അഡ്രസ്സും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ ഏതിൽ വേണമെങ്കിലും പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിൽ നമ്മളെല്ലാവരും വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം യൂസ് ചെയ്യണം. വാട്സപ്പിൽ ഇപ്പോൾ നിരവധി ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ തന്നെ പല ഗ്രൂപ്പിലും വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം നമ്മളെ ഗാലറിയിലാണ് സേവ് ആവുന്നത്. ഈ സേവ് ആവുന്ന ഫോട്ടോസ് ഡബിളായിട്ടും ട്രിപ്പിളായിട്ടൊക്കെ നമ്മൾ സേവ് ആകും നമ്മളെ ഗാലറിയിൽ. ഇതുകൊണ്ട് ഒരുപാട് MB അല്ലെങ്കിൽ GB നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആ ഫോട്ടോസ് ഡബിളായി വരുന്നത് ഓരോന്നും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കുക എന്നത് കുറച്ച് റിസ്കി ആയൊരു കാര്യമാണ്. അതായത് കുറച്ചൊരു ഗ്രൂപ്പുകൾ അധികമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം കണ്ടമാനം ഫോട്ടോസ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ ഏതൊക്കെ ഫോട്ടോസാണ് ഡബിൾ ഉള്ളതെന്ന് തിരിച്ചറിയാൻ വരെ പറ്റാത്തൊരു അവസ്ഥ ആയി വരും. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി റെമോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഈ വീഡിയോസിൽ കാണുന്ന ഈ റെമോ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ റിമൂവർ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഇതിൽ സ്കാൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്കാൻ ചെയ്താൽ ഇത് മിനിമൈസ് ചെയ്താലും ഇത് സ്കാനിങ് നടക്കുന്ന ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് കുറച്ചധികം ഫോട്ടോസ് ഉള്ളൊരു മൊബൈൽ ആയതുകൊണ്ട് തന്നെ ഒരു 600 ഫോട്ടോസൊക്കെ സ്കാൻ ചെയ്യാനുണ്ടാവും. നമുക്ക് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സംഭവം സിമ്പിളാണ്. എൻ്റെ ഗ്രൂപ്പ് ഒരുപാടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് നമ്മൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോസും ഡബിളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സെൻഡർ വഴിയൊക്കെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരുടെ ഇപ്പോൾ ടൂറ് പോകുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ 2 പേരുടെ മൊബൈലിൽ നിന്ന് അങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ തന്നെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ഡബിളായൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഈ സോഫ്റ്റ്വെയർ. അതിൽ MB വരെ കാണിച്ചു തരും. എത്ര MB ആണ്, എത്ര ഫോട്ടോസാണ് ഡബിളായിട്ടുള്ളത്. ഡിലീറ്റ് ചെയ്യാൻ ജസ്റ്റ് 2 ക്ലിക്ക് കൊണ്ട് ഡിലീറ്റും ചെയ്യാൻ പറ്റും. ഡിലീറ്റ് അടിക്കാം. അതായത് ഒറ്റ ഫോട്ടോസ് മാത്രം അതിൽ നിർത്തിയിട്ട്. പിന്നെ എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെയുള്ള ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ അറിവുകളുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതാണ്. ഇത് ചില വ്യക്തികൾക്കൊക്കെ അറിയാം ഈ വീഡിയോസ്. അതായത് ഈ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ഇതിപ്പോൾ ഒരു 9 ഫോട്ടോസ് ഉണ്ട്. അതായത് മെമ്മറി
13 MB ഫ്രീ ആയിട്ട്, അതായത് ലോഡായി കിടക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് ഡബിളായി കയറിയോണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സെറ്റായിട്ട് ഈ ഒരു സെറ്റ് 2, അപ്പോൾ ഒരു ഫോട്ടോസ് മാത്രം 2 MB ഉണ്ട്. അത് സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു. ഇപ്പം ഇങ്ങനെ നിരവധി ഫോട്ടോസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഇവിടെ വലത്തെ ഭാഗത്ത് കണ്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം സെലക്ട് ആളെന്ന് കൊടുക്കുക. സെലക്ട് ആളെന്ന് കൊടുത്താൽ ഇപ്പോൾ കണ്ടോ, സെറ്റ് 1 ഒന്ന് സെലക്ട് ചെയ്ത്, സെറ്റ് 2 സെറ്റ് 4 സെറ്റ് 5 എല്ലാത്തിലും ഒന്ന് സെലക്ട് ചെയ്യും. സിമ്പിളാണ് പരിപാടി. ജസ്റ്റ് 3 MB മാർക്കിടെ 9 ഫോട്ടോസ് മാർക്ക് ചെയ്തോണം. ഒക്കെ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഡിലീറ്റ് എടുത്തു. ഇത് 9 ഫോട്ടോസ്. ഓക്കെ കൊടുക്കുക. റൈറ്റിംഗ് വരെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം എല്ലാ ഫോട്ടോസും നന്നായി. ഓക്കെ, കണ്ടോ, ഫോട്ടോസ് എല്ലാം ഒന്നായി മാറി. സിമിലർ ഫോട്ടോസ്, അതായത് സെയിം ഫോട്ടോസ് തന്നെ, സെയിം ടൈപ്പിലുള്ളത്, അതായത് ഒരേപോലുള്ള ഫോട്ടോസ്. നമുക്ക് അത്യാവശ്യമുള്ള 2 മോഡല് ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ, MB. സെയിം കളറ്, ഗ്രാഫിക്സ് എല്ലാം സെയിം ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ട്. കണ്ടില്ല, എല്ലാം 2 എണ്ണമായിട്ട് ഉണ്ട്. ഓക്കെ, ഒരു MB ഉണ്ട്. ഇപ്പം 2 എണ്ണം സെറ്റ് ചെയ്തപ്പോൾ തന്നെ റീസ്കാൻ കൊടുത്തു. വീണ്ടും സ്കാൻ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സ്കാൻ ഞാൻ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇനി നമുക്ക് നോക്കാം ഡബിളായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം, അതിൻ്റെ അടിയിലുണ്ട് മിനിമൈസ്, ആപ്പ് മിനിമൈസ് ചെയ്താലും ഇത് സ്കാൻ ചെയ്യുന്നുള്ളത്. ഒരു 600 ആവണം, പക്ഷെ 100 സംതിങ് ആയി കുറച്ച് സ്പീഡ് കൂടും. ഇപ്പം നല്ല സ്പീഡിലാണ്, ലാസ്റ്റിക്ക് നല്ല സ്പീഡിൽ സ്കാൻ ചെയ്യണം. ഓക്കെ, ഇപ്പം സ്കാൻ ചെയ്ത് കഴിയാനായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പം നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ ഡിലീറ്റ് അടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോസ് ഇല്ല എന്നാണ് എഴുതി കാട്ടുന്നത്. സിമിലറിൽ 50 MB 16 ഫോട്ടോസ് ഉണ്ടെന്ന് എഴുതി കാട്ടുന്നുണ്ട്. ഞാൻ സിമിലർ ഇതിൽ സ്കാൻ ടോട്ടൽ ഒരു ഓപ്ഷൻ ഉണ്ട്, സെറ്റിങ്സിൽ ഇതാകണം. സിമിലർ നോട്ടിഫിക്കേഷൻ നമ്പർ 70% എല്ലാ ഉണ്ട്.
അതുപോലെ ഡിലീറ്റ് അടിച്ചാൽ 50 ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, എല്ലാം ഒന്നായിട്ടുണ്ട്. സെറ്റിങ്സിൽ ഇറങ്ങണം. ഫീഡ്ബാക്ക് എന്തെങ്കിലും അറിയിക്കുകയാണെങ്കിൽ അറിയിക്കാം. മോർ ആപ്ലിക്കേഷൻ, അതിന് റിലേറ്റഡ് ആപ്ലിക്കേഷൻ, ഇത്രയൊക്കെ ഉള്ളൂ ഈ സെറ്റിങ്സിൽ സെലക്ട് ചെയ്യാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ.